മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വചനഭാഗം. ഈശോ തൻ്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യം അയച്ച് അതിനുശേഷം ഈശോ അവരോട് വിട പറയുന്നതാണ് വചനഭാഗം. ഈശോ അവരോട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന എല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠം, അല്ലെങ്കിൽ അവരോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ജ്ഞാനസ്നാനം നൽകുക എന്നുള്ളത് തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുക എന്ന് പറയുമ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. പിതാവിനെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ തക്ക വിധത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ജ്ഞാനസ്നാനത്തിലൂടെയാണ്. പാപത്തിൻ്റെ കറങ്ങൾ, അത് കർമ്മപാപമാണെങ്കിലും ഉത്ഭവപാപത്തിൻ്റെതാണെങ്കിലും എല്ലാ പാപത്തിൻ്റെയും കറകളെ ദൈവത്തിൻ്റെ കൃപയാൽ നീക്കിക്കളയപ്പെടുന്ന ഇടമാണ് മാമോദീസ. മാമോദീസ സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളായി തീരുന്നുവെങ്കിൽ ആ മക്കൾക്കുള്ള അവകാശം എന്താണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 17 തിരുവചനം, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടി നാം പീഡ അനുഭവിക്കുന്നു. നാം മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെയെങ്കിൽ അവനോടൊപ്പം നമ്മൾ കൂട്ടവകാശികളാണ്. അത് അവൻ്റെ സഹനത്തിൽ മാത്രമല്ല, അവൻ്റെ നിത്യതയിലും നമ്മൾ കൂട്ടവകാശികളാണ് എന്നതാണ് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഈശോ അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചിട്ടുള്ള അവകാശികളുമാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 29 തിരുവചനം. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് ഈ അവകാശങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളില്ലാതെ പോകുന്നുണ്ട്. ക്രിസ്തുവിനോടൊത്ത് നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ മക്കളാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോകുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2 അധ്യായം 4 തിരുവചനം, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഈശോ നമ്മളോട് ഇത് തന്നെയല്ലേ പറയുന്നത്? പ്രിയമുള്ളവരെ, മാമോദീസ സ്വീകരിച്ച് നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ അവകാശങ്ങളാണ്, ക്രിസ്തുവിനുള്ള അവകാശികളാണ് എങ്കിൽ ആ അവകാശം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനുള്ളതല്ലേ. എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം തിരിച്ചു കണ്ടെത്താനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് മാമോദീസ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം നമ്മുടെ കൂടെ ഈശോ ഉണ്ടാകട്ടെ.